ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്നാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പഴംപൊരി പോലെ തന്നെ ഞാൻ ചെന്നൈയിൽ അധികം കണ്ടിട്ടില്ലാത്തൊരു സ്നാക്കാണിത്. നാട്ടിൽ മാത്രമാണ് ഞാൻ ഈ ഒരു സ്നാക്ക് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് കാണുമ്പോൾ പലർക്കും പല ഡൗട്ടും തോന്നാം, ഇത് കായപ്പത്തിൻ്റെ ഷേപ്പിലുള്ള വെട്ടുകേക്കാണോ അതോ വെട്ടുകേക്കിൻ്റെ ഷേപ്പിലുള്ള കായപ്പാണോ എന്നുള്ളത്. എന്നാൽ ഒരു ഡൗട്ടും വേണ്ട, ഇത് കായപ്പം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വെട്ടുകേക്കിൻ്റെ പോലെയുള്ള ആ ഒരു വെട്ട് വരാൻ കാരണം എന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഈ ഒരു കായപ്പം പല സ്ഥലങ്ങളിലും പല പേരുകളിലായിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കായപ്പം എന്നാണ് പറയുന്നത്. ഈ ഒരു കായപ്പം തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ഷുഗർ, നിങ്ങളുടെ കയ്യിൽ ഏലക്കായയും ജീരകവും പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മിക്സി ജാറിലേക്ക് കുറച്ച് ഏലക്കായയും ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ രണ്ടും പൊടിയായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ ടൈമിൽ അത് രണ്ടും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതൊന്ന് നല്ല ഫൈൻ പൗഡർ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി, നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ, ഞാൻ അതിൽ ജീരകം ആഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് ജീരകം പൊടി, ഏലക്കായ പൊടി, ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 3 പഴമാണ്. ഞാനിവിടെ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഒഴികെ വേറെ ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതൊന്ന് തൊലി കളഞ്ഞെടുത്ത ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് തയ്യാറായി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ വൈകുന്നേരം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ കായപ്പത്തിന്റെ സൈസെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു സൈസിലുള്ള ബോൾസ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇൻട്രോയിൽ ഞാൻ തയ്യാറാക്കിയ കായപ്പത്തിൽ അവിടെ ആയിട്ട് ഒരു വെട്ട് കണ്ടിട്ടില്ലേ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോൾസ് തയ്യാറാക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ല തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബോൾസ് തയ്യാറാക്കി എടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ ബോൾസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ ഈ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബോൾസിലെല്ലാം തന്നെ അവിടെ ആയിട്ട് ഇതുപോലെ ക്രാക്സ് വീണിട്ടുണ്ട്. അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ലാത്തത് കൊണ്ടാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ ഈ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതല്ല ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളിൽ വേവാതെ കിടക്കുകയും ചെയ്യും. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കായപ്പം പുറമേ നല്ല ക്രിസ്പിയും ബ്രൗൺ കളറും ആയിട്ടുണ്ട്, ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കായപ്പം തയ്യാറാക്കി നോക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.